ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതും അതേപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി ഉപയോഗിക്കുന്ന ക്രീമിനേക്കാളും ഡബിൾ റിസൾട്ട് കിട്ടുന്ന ഒരു ഹോം മെയ്ഡ് ക്രീമാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഈ ഒരു ക്രീം യൂസ് ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങളുടെ മുഖത്തിന് കിട്ടുന്നത് ഒരുപാട് ഗുണങ്ങളാണ്. നിങ്ങളുടെ മുഖത്ത് വളരുന്ന രോമ വളർച്ച ഇല്ലാണ്ടാക്കാനും അതുപോലെ തന്നെ കറുത്ത പാട്, കരുവാളിപ്പ് എല്ലാം മാറി മുഖം നല്ല സോഫ്റ്റും ക്ലിയറും ആവാനും നല്ല നിറം വെക്കാനും സഹായിക്കുന്ന ഒരു ക്രീമാണിത്. ഇത് നിങ്ങൾക്ക് മുഖത്ത് മാത്രമല്ല ശരീരത്തിൽ മുഴുവൻ അപ്ലൈ ചെയ്യുക. വളരെ അടിപൊളി റിസൾട്ട് ആയിരിക്കും എന്ന് ഞാൻ ഗ്യാരണ്ടി തരികയാണ്. വെറും 2 സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ക്രീം തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. നമ്മൾ ആദ്യത്തെ സാധനം എന്ന് പറയുന്നത് ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് 1 ടേബിൾ സ്പൂണ് ഫുള്ള് നമ്മൾ അലോവേര ജെൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതൊരു 10 ദിവസത്തിലെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും ഈ ഒരു അളവ്, ഞാൻ ഉണ്ടാക്കുന്ന അളവ്. അപ്പോൾ നിങ്ങൾക്ക് പുറത്തുനിന്നുള്ള അലോവേര ജെൽ നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഉള്ള അലോവേര ജെൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ അത് ഇത്ര മാത്രം പുറത്ത് കൂടുതൽ കാലം നിൽക്കുമോ എന്നുള്ളത് ഡൗട്ടാണ്. പക്ഷേ പുറത്തുനിന്നുള്ളത് വാങ്ങി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ നമ്മളെ വീട്ടിലുള്ള ജെല്ല് യൂസ് ചെയ്യുന്നതിൽ നല്ലത്. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾപ്പൊടിക്കാണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത്. കസ്തൂരി മഞ്ഞൾപ്പൊടി നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുക. പക്ഷേ പാക്കറ്റിൽ പുറത്തുനിന്ന് കറിക്ക് ഉപയോഗിക്കുന്ന ആ ഒരു പാക്കറ്റ് പൊടി നിങ്ങൾ യൂസ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ എന്തെല്ലാം മായങ്ങളുണ്ടെന്ന് നമുക്കറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ക്രീമുമാണ്. പോരായിട്ട് ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്ന ഒരുപാട് സൗന്ദര്യ ഗുണങ്ങളുള്ള ഒരു ക്രീമാണിത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ അടച്ച് വെച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഏറ്റവും നല്ലത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുന്നത് തന്നെയാണ്. ആ ഒരു ക്രീമിനൊരു തണുപ്പും ഉണ്ടാവും നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത്. ഇത് പുറത്തും കേടുകൂടാണ്ട് ഒരാഴ്ചേൻ്റെ മേലിൽ നിൽക്കും. പക്ഷേ നിങ്ങൾ വീട്ടിലുള്ള അലോവേര ജെല്ല് യൂസ് ചെയ്യുമ്പോൾ അത് പുറത്ത് എത്ര ദിവസത്തോളം നിൽക്കും എന്നുള്ളതിൻ്റെ കറക്റ്റ് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ കഴിയുന്നത് പുറത്തുനിന്ന് വാങ്ങിയ അലോവേര ജെല്ല് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിതൊരു കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചതിന് ശേഷം സൂക്ഷിക്കാം. ഇതൊരു 10 ദിവസമുണ്ട്. പിന്നെ ഈ ഒരു ക്രീം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഈസിയാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും മടി കൂടാണ്ട് ദിവസവും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. പിന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ കഴുകി കളയേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഫേസ് ക്രീം എങ്ങനെയാണ് യൂസ് ചെയ്യാറ് ആ ഒരു രൂപത്തിലാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതൊരിക്കലും രാവിലെ യൂസ് ചെയ്യരുത്, രാത്രി കിടക്കുമ്പോൾ മാത്രം യൂസ് ചെയ്യാം. മഞ്ഞളുടെ എന്തൊരു സാധനം, ഫേസ് പാക്ക് ആയിക്കോട്ടെ ഫേസ് ക്രീം ആയിക്കോട്ടെ, അത് നമ്മൾ രാവിലെ യൂസ് ചെയ്യരുത്. കാരണം വെയിൽ തട്ടരുത്. മഞ്ഞൾ ഉപയോഗിക്കുന്നവർ വെയിൽ തട്ടിയാൽ കറക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി ഇത് അപ്ലൈ ചെയ്ത് കിടക്കുക. രാവിലെ എണീച്ചിട്ട് സാധാരണ നമ്മൾ ബ്രഷെല്ലാം കഴിയുമ്പോൾ സാധാരണ മുഖം കഴുകുമല്ലോ, അങ്ങനെ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇത് അപ്ലൈ ചെയ്തത് കൊണ്ട് മുഖം കഴുകിക്കളയേണ്ട ആവശ്യമില്ല. സാധാരണ ഫേസ് ക്രീം പോലെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് രോമ വളർച്ച ഉള്ളവരെല്ലാം ആണെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടല്ലേ ഇത് സഹായിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കസ്തൂരി മഞ്ഞളാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്ന സമയത്ത് പിന്നെ ചെറിയൊരു യെല്ലോ കളറ് നമ്മളെ മുഖത്ത് വരും. അത് കുഴപ്പമില്ല, അത് നല്ലതാണ് ഒരു കണക്കിന്. നല്ലൊരു ഫസ്റ്റ് തന്നെ നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും അത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്താൽ ഇതുപോലെയാണ് ഉണ്ടാകുക. ഇങ്ങനെ നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ അപ്ലൈ ചെയ്ത് കിടന്നാൽ മതി. പിന്നെ രാവിലെ സാധാരണ പല്ല് ബ്രഷ് ചെയ്യുന്ന സമയത്ത് മുഖം കഴുകി കളയില്ല. അത് സോപ്പ് ഉപയോഗിച്ചിട്ടൊന്നും കഴുകേണ്ട ആവശ്യമില്ല. ഇത് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു ക്രീമാണിത്. ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾ ടർമറിക് ക്രീമിനെ കുറിച്ചിട്ട് ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റിലൂടെ വന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.